Krishna Hare Krishna 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 Hare 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 Rama Hare Rama 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 Hare 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 Krishna Hare Rama Hare Rama Hare Krishna Hare Krishna 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 Hare 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 Rama Hare Rama 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 Hare 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 Rama Hare Rama 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 Hare 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 Krishna 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 Hare 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 Rama Hare Rama Rama Hare 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 Krishna 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 Hare 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 Rama Hare Rama 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 Hare 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 Krishna 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 Hare 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 Rama Hare Rama 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 Hare 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 Krishna 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 Hare 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 Rama 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 Hare Hare Krishna Hare Krishna Krishna Hare 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 Rama Hare Rama 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 Hare ഹരേ കൃഷ്ണ. കുറേ പേര് ബാക്കിൽ, ഇവിടെ ഫ്രണ്ടിലൊക്കെ സ്ഥലമുണ്ട്, ചെയറുണ്ട്, ഫ്രണ്ടിൽ കാലി ചെയറൊക്കെ ഉണ്ട്. അടുത്തത് 14ാമത്തെ ശ്ലോകം, മുകുന്ദമാലാ സ്തോത്ര 14 ശ്ലോകം. ഫ്രണ്ടിൽ ഒരുപാട് സ്പേസ് ഉണ്ട്, ചെയർസും ഉണ്ട്. എല്ലാവരും ഇവിടെയും ഫ്രണ്ടിൽ ഇവിടെ ഉണ്ട് കുറേ ചെയർസ് ഒക്കെ ഉണ്ട്. മുകുന്ദമാലാ സ്തോത്ര ശ്ലോകം 14. പൃഥ്വീ രേണു അണു പയാംശി കണികഃ ഫൽഗുസ് പുലിംഗോ ലഘുസ് തേജോ നിശ്വാസനം മരുതനുതരം രന്ദരം സുസൂക്ഷ്മം നഭഃ ശൂദ്ര രുദ്ര പിതാമഹ പ്രഭൃത്യഃ കീതസമസ്താസുരാ ദൃഷ്ടേ യത്ര സതാരകോ വിജയത്തെ ശ്രീപാദധൂളികണഃ. ഇത് കുറച്ച് വലിയ ശ്ലോകമാണ്, പക്ഷെ ഭയങ്കര അർത്ഥമുള്ളതാണ്.
ദൈവത്തിനെ കണ്ട ഒരാൾക്ക് അല്ലെങ്കിൽ ദൈവത്തിനെ മനസ്സിലാക്കിയ ഒരാൾക്ക് വിജയത്തെ ശ്രീപാദധൂളി കണഃ, ഭഗവാന്റെ പാദധൂളി, ഭഗവാന്റെ പാദം സ്പർശിച്ച, ഭഗവാന്റെ പാദം കണ്ട. ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു, അമ്പലത്തിൽ പോയാൽ ഫസ്റ്റ് എവിടെ ദർശനം എടുക്കണം? പാദം. പിന്നെ പതുക്കെ നാഭി, മാറ്, ഭഗവാന്റെ തിരുമുഖം, അങ്ങനെ ദർശനമെടുക്കുന്ന ഒരു പ്രക്രിയയുണ്ട്. ഭഗവാന്റെ പാദം കണ്ട് ഒരു ചെറിയ ഭഗവാന്റെ പാദധൂളി മനസ്സിലായി, ഒരു പൊടി ഭഗവാന്റെ കാരുണ്യത്തിൻ്റെ ഒരു ചെറിയ ഒരു അംശം മനസ്സിലാക്കിയ ആൾക്ക് പൃഥ്വി രേണു, ഭൂമി തന്നെ ഒരു ഡ്രോപ്പാണ്, ഒരു ഡസ്റ്റ് പാർട്ടിക്കിളാണ്. രേണു എന്ന് വെച്ചാൽ നമ്മൾ നടക്കുമ്പോൾ കാലിൽ ഒട്ടിപ്പിടിക്കുന്ന മണ്ണില്ലേ, എത്ര വലിപ്പമുണ്ടാവും? വളരെ ചെറുത്. ദൈവത്തിനെ മനസ്സിലാക്കിയ ഒരാൾക്ക് പൃഥ്വി രേണു, അണു, ഒരു ചെറിയ അണുവിനെ പോലെയാണ്. സമുദ്രങ്ങൾ വന്നിട്ട് വെള്ളത്തിൻ്റെ ഡ്രോപ്പിനെ പോലെയാണ്. മഹാ അഗ്നി പോലും സ്ഫുലിംഗത്തിനെ പോലെ. അത് മാത്രമല്ല, ബ്രഹ്മാവും രുദ്രന് പോലും അവിടെ സ്ഥാനമില്ല ഭഗവാനെ മനസ്സിലാക്കിയ ഒരാൾക്ക്. നിസാരമാണ് ദേവഗണങ്ങൾ പോലും എന്ന്. ഇപ്പോൾ രാജ്യത്തിൻ്റെ രാഷ്ട്രപതിയെ പേഴ്സണലി അറിയാവുന്ന ഒരാൾ പഞ്ചായത്ത് പ്രസിഡൻറ്റിനെ കണ്ട് പേടിക്കുമോ? നമുക്ക് ഇന്ത്യൻ പ്രസിഡൻറ്റിനെ അറിയാം, എപ്പോൾ വേണമെങ്കിലും വിളിച്ച് സംസാരിക്കാം, വളരെ അടുത്ത ബന്ധമാണ്. അങ്ങനെ ഒരു ബന്ധമുള്ള സ്ഥിതിക്ക് ലോക്കലി ഉള്ള പഞ്ചായത്ത് പ്രസിഡൻറ്റിനെ പേടിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അതായത് ദേവഗണങ്ങൾ പോലും ഭഗവാന്റെ മുമ്പേ ഒന്നും അല്ല. ഇത് ഈ ശ്ലോകത്തിൽ കുലശേഖര മഹാരാജ ഭഗവാന്റെ ആ ഒരു അസ്തിത്വം നിലനിർത്തുകയാണ്. വൃന്ദാവനത്തിൽ ചെന്നാൽ 84 കമ്പ ഗോകുലം, ശ്രീകൃഷ്ണ ഭഗവാൻ വളർന്ന വീടുണ്ട്. കൃഷ്ണ ഭഗവാൻ എവിടെയാ ജനിച്ചത്? എവിടെ ജനിച്ചു? മഥുരയിൽ കാരാഗ്രഹത്തിൽ. അപ്പോൾ രാത്രിക്ക് രാത്രി ഗോകുലത്തിലേക്ക് പോയി ഭഗവാൻ. ഗോകുലത്തിൽ ആദ്യത്തെ 3 വർഷം കൃഷ്ണ ഭഗവാൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ വൃന്ദാവനവാസികൾക്ക് ഭഗവാനെക്കുറിച്ച് സ്തുതിക്കുക എന്നല്ലാതെ വേറെ യാതൊരു ചിന്തയുമില്ല. ഒരു ദിവസം ദേവഗണങ്ങൾ ഭഗവാനെ ദർശനമെടുക്കാൻ വരും. എന്നും യശോദ പറയും നന്ദഗോപുരടുത്ത്, എന്താണെന്നറിയില്ല, രാത്രി ഉറങ്ങിക്കിടന്നാൽ മുറി മുഴുവനും സുഗന്ധമാണ്, ചന്ദനത്തിൻ്റെയും പല ദേവലോക ദ്രവ്യങ്ങളുടെയും സുഗന്ധം, നല്ല പാദസരത്തിൻ്റെ കിങ്കിണി ശബ്ദം, മധുരമായ വീണനാദം. ഏതോ ആൾക്കാരൊക്കെ വരുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട്, എൻ്റെ ബ്രഹ്മയായിരിക്കോ, എൻ്റെ ചിന്തയായിരിക്കോ എന്നൊക്കെ യശോദ പറയുന്നു. നന്ദഗോപരും ചിന്തിക്കുന്നു, അദ്ദേഹത്തിനും ഇത് അനുഭവപ്പെടുകയാണ്. രാത്രിയാകുമ്പോൾ കൃഷ്ണനെ കാണാൻ ആരാ വരുന്നത്? എല്ലാ ദേവഗണങ്ങൾ. ജഗന്നാഥ് പുരി ക്ഷേത്രത്തിൽ അങ്ങനെ എത്ര പേര് പോയിട്ടുണ്ട്? ഒറീസയിൽ ജഗന്നാഥ് പുരി. തെക്കൻ ഭാരതത്തിലൊക്കെ ഇല്ലാത്ത ഒരു ഐതിഹ്യം അവിടെ. എന്താണ്? അവസാനത്തെ ദർശനം രാത്രി 10:30-11 മണിക്കാണ്. നമ്മളെ നാട്ടിലൊക്കെ അമ്പലം ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ മാക്സിമം 9 മണി നമ്മളെല്ലാം പുറത്താക്കും. പക്ഷെ ജഗന്നാഥ് പുരിയിൽ അവസാനത്തെ ദർശനം 11 മണി വരെ ഉണ്ട്. ചില ദിവസങ്ങളിൽ അത് രാത്രി 2 മണി വരെ പോകാറുമുണ്ട്. കാരണം രാത്രിക്കുള്ള ദർശനത്തിന് ഗോപീവേഷം എന്നാ പേര്. ഭഗവാനെ അർദ്ധരാത്രി ഗോപസ്ത്രീകളും മറ്റ് ദേവദേവന്മാരൊക്കെ വരുന്നു എന്ന് പറഞ്ഞ് ജഗന്നാഥ് സ്വാമിയെ മുഴുവനും പൂക്കൾ കൊണ്ട് അലങ്കരിച്ച് ഒരു മിഡ് നൈറ്റ് ദർശനമുണ്ട്. ദിവസവും ഭഗവാനെ രാത്രി കാണാൻ വരും. ഇപ്പം യശോദ പറയുന്നു, നന്ദഗോപുരടുത്ത് രാത്രി മുറിക്കകത്ത് എന്തൊക്കെയോ സുഗന്ധങ്ങളും ശബ്ദങ്ങളും ഇതൊക്കെ നന്ദഗോപുരം അനുഭവപ്പെടുന്നുണ്ട്. എല്ലാ ദേവീദേവഗണങ്ങളും വരുന്നുണ്ട് ഭഗവാന്റെ ദർശനമെടുക്കാൻ. മഹാദേവനും വന്നു പ്രവേശനമില്ല. മഹാദേവനെ അകത്ത് കയറ്റി വിട്ടില്ല.
കാരണം മഹാദേവൻ്റെ വസ്ത്രധാരണ, രൂപം, കയ്യിൽ തൃശൂലം, ശരീരം മൊത്തം ശവങ്ങളെ കത്തിക്കുന്ന ഭസ്മം, പിന്നെ കഴുത്തിൽ തലയോട്ടിയുടെ മാല. ഇങ്ങനെ ഒരാൾ നിങ്ങളുടെ വീട്ടിൽ വന്നാൽ കയറ്റി വിടും അകത്ത്? വാതിൽ തുറക്കുമ്പോൾ ഒരാൾ അവിടെ നിൽക്കും, തൃശൂലമൊക്കെ പിടിച്ച്, മൊത്തം ഭസ്മം, തലയിൽ മൊത്തം സ്കല്ലിൻ്റെ മാല, കഴുത്തിൽ 2 പാമ്പ്, പോക്കറ്റിൽ തേള്. വീട്ടിനകത്ത് വിടൂല്ലേ? വിടോ? ആരും വിടൂല്ല. യശോദയും വിട്ടില്ല. ഈ വ്യക്തിയെ കണ്ടാൽ എൻ്റെ കുഞ്ഞ് പേടിച്ചു പോകുമെന്ന് പറഞ്ഞ് കാണിക്കില്ലെന്ന് പറഞ്ഞു. അദ്ദേഹം, ഇവർ വിചാരിച്ച് ഏതോ ഹിമാലയത്തിൽ നിന്ന് വന്ന യോഗിയാണ്. അദ്ദേഹം എന്ത് ചെയ്തു? നന്ദഗോപരുടെ വീട്ടിൻ്റെ മുമ്പേ തന്നെ ഗോകുലത്തിൽ അവിടെ തന്നെ ഇരുന്നു, കുട്ടിയെ കാണാതെ ഞാൻ പോകില്ല. അപ്പോൾ ഗോപികമാരെല്ലാം വന്ന് യശോദയെടുത്ത് പറഞ്ഞു, കണ്ടാൽ ഏതോ ഒരു സാധു എന്നാ തോന്നുന്നു, രൂപം മാത്രമേ എങ്ങനെയുള്ളൂ, കണ്ടാ സാധു എന്നാ തോന്നുന്നത്. 3 ദിവസമായിട്ട് പച്ചവെള്ളം പോലും കുടിക്കാതെ വീട്ടിൻ്റെ മുറ്റത്ത് തന്നെ യോഗി തപസ്യയിരിക്കുക. എന്തിനാ തപസ്യയിരിക്കുന്നത്? ഈ കുഞ്ഞിനെ കണ്ടിട്ടേ പോവുള്ളൂ. ഒന്ന് കാണിച്ചൂടെ? യശോദയ്ക്കും സങ്കടം തോന്നി. 3 ദിവസമായിട്ട് ആ വ്യക്തി അതേ സ്ഥലത്തിരിക്കുക. നോക്കിക്കോളും. ശിവന് പോലും ഭഗവാനെ കാണാൻ എളുപ്പമല്ല. നമ്മളെന്താ ആഴ്ച വൃന്ദാവനത്തിൽ പോകണോ, തിരിച്ചു വരണോ? ഇപ്പോൾ ശിവനേക്കാളും വലിയ ആൾക്കാരാണ് ഇവിടെ ഉള്ളവരെല്ലാം. അത്ര ഈസി അല്ല ഭഗവാനെ കാണാൻ. അപ്പോൾ മഹാദേവൻ അവിടെ ഇരുന്നു. അവസാന യശോദയ്ക്ക് ശരി, ഒരു ഐഡിയ. എന്താണ്? ഞാൻ കുട്ടിയെ കയ്യിൽ പിടിക്കും, ശിവൻ്റെ മുമ്പേ, യോഗിയുടെ മുമ്പേ ഒരു പാത്രത്തിൽ വെള്ളം വയ്ക്കും, കുട്ടിയെ കൊണ്ടുവന്ന് കാണിക്കും. കുട്ടിയുടെ മുഖത്ത് നേരെ നോക്കാൻ പാടില്ല. നോക്കിയാൽ കുഞ്ഞ് പേടിച്ചു പോയാലോ? അതുകൊണ്ട് റിഫ്ലക്ഷൻ എവിടെ നോക്കിക്കൊള്ളണം? ശിവൻ, മഹാദേവൻ്റെ കഷ്ടപ്പാടുന്നു. വെള്ളത്തിൽ നോക്കി സന്തോഷത്തോട് പോയിക്കോളും. കണ്ടീഷൻ. മഹാദേവനും സമ്മതിച്ചു. അങ്ങനെ ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് വെച്ച് യശോദ വന്ന് മേലെ ഇങ്ങനെ കുട്ടിയെ കാണിച്ചു. ശിവൻ നോക്കി, മഹാദേവൻ ശരിക്കും നോക്കി പോലില്ല, എടുത്തോണ്ട് ഓടിപ്പോയി. ഗോപികമാർ പറയാ യശോദയെടുത്ത്, യശോദ, ഇത് നിന്റെ കുഞ്ഞല്ല, അന്തര്യാമി, എല്ലാ ജീവജാലങ്ങളുടെയും പരമാത്മാവാണ് നീ, നിന്റെ മകനാണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക. നഖലു ഗോപിക നന്ദനോ ഭവാൻ അഖില ദേഹിനാമന്തരാത്മദൃൻ വികസനാർത്തിതോ വിശ്വഗുപ്തയേ സകൗദേവാൻ സാത്വതാം കുലേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ, രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ, തവ കഥാമൃതം തപ്തജീവനം കവിഭിരീദിതം കൽമഷാപഹം ശ്രവണമംഗളം ശ്രീമദാതതം ഭുവി ഗൃഹന്തി യേ ഭൂരികാ ജനാഃ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ, രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ അതിവിലംഘ്യത്തെ അന്തി അച്യുതാഗത ഗതിവിദസ്തവോ ഗീതമോഹിത ഗീതവയോഷിത കസ്യ ജനിഷി. ഹരേ കൃഷ്ണ
കൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ. ഇനി അടുത്തത് ഒരു 2 ശ്ലോകം കുറച്ച് നമ്മൾ സ്പീഡിൽ പോകുന്നു, കാരണം ഒരുപാട് ഉള്ളതുകൊണ്ട്, സമയപരിമിതി ഉള്ളതുകൊണ്ട്. ശ്ലോകം 20. ഇത് വളരെ സിമ്പിളാണ് നമുക്ക് മനസ്സിലാക്കാൻ. കുലശേഖര രാജാവ് തൻ്റെ ശരീരത്തിനോട് സംസാരിക്കുകയാണ്. പലപ്പോഴും നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും നാം പറഞ്ഞാൽ കേൾക്കാറില്ല. അദ്ദേഹം പറയണു, ജിഹ്വേ, എൻ്റെ പ്രിയപ്പെട്ട നാവേ, കീർത്തയ കേശവം, സദാസമയവും ഭഗവാനെ കീർത്തിക്കുക. പിന്നെ ചേത്ത, എൻ്റെ ചിത്തം, എൻ്റെ ബോധം, ഭജ ശ്രീധരം, ഭഗവാനെ ഭജിക്കുക. പാണി, കൈകൾ, പാദം, കാലുകൾ. ശരീരത്തിൻ്റെ ഓരോ അവയവമായി എടുത്തു പറഞ്ഞ് അദ്ദേഹം പറയുന്നു, കൈകൾ ഭഗവാന്റെ സേവനത്തിലായിരിക്കണം, കണ്ണുകൾ ഭഗവാന്റെ സൗന്ദര്യം, നല്ല സുന്ദരമായ മുഖം കാണാനായിരിക്കണം, മൂക്ക് ഭഗവാന്റെ പൂക്കളിൽ വരുന്ന സുഗന്ധങ്ങൾ ഇത് നുകരാനും, ഭഗവാന്റെ പാദത്തിലുള്ള തുളസിയുടെ ഇത് ചെയ്യാനും, ശിരസ് ഭഗവാന്റെ മുമ്പേ നമിക്കാനും. തൻ്റെ ശരീരത്തിൻ്റെ ഓരോരോ അവയവത്തിനോടും അദ്ദേഹം സംസാരിക്കുക. അതായത് കുലശേഖര രാജാവ് അങ്ങനെയാണ് ജീവിച്ചത്. ആരെങ്കിലും അദ്ദേഹത്തിൻ്റെ അടുത്ത് സുഖമാണോ എന്ന് ചോദിച്ചാൽ പോലും സുഖമാണ് എന്നൊരു ഭൗതിക വാക്ക് ഉപയോഗിക്കാതെ അവരെ കണ്ട് ചിരിച്ച് രാമരാമ എന്ന് പറയും. ആൾക്കാർക്ക് അർത്ഥം മനസ്സിലാവും. കഴിച്ചോ? രാമരാമ. സുഖമാണോ? അടിയേ ഉണ്ടാവില്ല വീട്ടിൽ. അതുകൊണ്ട് കപ്പിൾസ് ഇത് പ്രാക്ടീസ് ചെയ്ത് ശ്രമിക്കുക. വീട്ടിൽ യാതൊരു തരത്തിലുള്ള വഴക്കും ഉണ്ടാവില്ല. അദ്ദേഹം സംസാരിക്കുന്നത്, ശബ്ദിക്കുന്നത് ഭഗവാന്റെ നാമം, അവയവങ്ങൾ ഉപയോഗിക്കുന്നത് ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി, തൻ്റെ ആവശ്യത്തിന് വളരെ കുറച്ച്, എത്രയും കുറച്ച് അംഗങ്ങൾ, തൻ്റെ ശരീരത്തിലുള്ള ലിംസ്, ബോഡി പാർട്ട് എത്ര തൻ്റെ ആവശ്യത്തിന് വേണ്ടി കുറച്ച് ഉപയോഗിക്കണോ അത്രയും ഉപയോഗിച്ചിട്ട് കൂടുതലും ഭഗവത് സേവനത്തിനായി ഉപയോഗിച്ചു. നല്ല ഒരു പ്രാക്ടീസാണ്. അടുത്തത് 21-ാമത്തെ ശ്ലോകം. അതിൽ 2-ാമത്തെ ലൈനിൽ മേധശ്ചേത എന്നൊരു വരിയുണ്ട്. നല്ല രസകരമാണ്. ഭഗവാനെ സ്മരിക്കാതെ വേദമന്ത്രങ്ങൾ ജപിച്ചാൽ പോലും ശരീരത്തിലുള്ള വെയിറ്റ് കുറയ്ക്കുക എന്നല്ലാതെ ഒരു പ്രയോജനമില്ല എന്ന് കുലശേഖര രാജാവ് പറയും. എന്ത് രസകരമായ ശ്ലോകം. അതായത് വേദവ്രതാനി അൻവഹം മേധശ്ചേത ഫലാനി. ഭഗവാനെ ധ്യാനിക്കാതെ, ഭഗവാന്റെ അടുത്ത് ഭക്തിയില്ലാതെ നമ്മൾ വേദങ്ങൾ ജപിച്ചാൽ പോലും അതുകൊണ്ട് എന്ത് ഗുണം ഉണ്ടാകും? വെയിറ്റ് കുറയും എന്നല്ലാതെ ഒന്നും ഉണ്ടാവില്ലെന്നാണ് പറയുന്നത്. ഭഗവാനെ സ്മരിക്കുന്നതിന് അത്ര വലിയ പ്രസക്തി. ആഴത്തിൽ പോകുന്നില്ല. അതിൻ്റെ അടുത്തത് വളരെ സുന്ദരമായ ശ്ലോകം, 25-ാമത്തെ ശ്ലോകം. വളരെ വളരെ സുന്ദരമായ ശ്ലോകം. മജ്ജന്മനഃ ഫലമിദം മധുകൈടഭാരേ മത്പ്രാർത്ഥനീയ മദനുഗ്രഹയേഷയേവ ത്വദ്ഭൃത്യ ഭൃത്യ പരിചാരക ഭൃത്യ ഭൃത്യ ഭൃത്തസ്യ ഭൃത്യ ഇതി മാം സ്മരലോകനാഥ. 3 ദിവസം ഉറങ്ങിയാലും കുഴപ്പമില്ല. ഈ ഒരു ശ്ലോകം മാത്രം ബൈ ഹാർട്ട് ചെയ്താൽ മതി. വീട്ടിൽ പോകുമ്പോൾ ഭഗവാൻ കൂടെ വന്ന് നമ്മളെ അങ്ങ് കൊണ്ടുപോകും. ഇന്നലെ ഉറങ്ങിയാലും കുഴപ്പമില്ല, നാളെ ഉറങ്ങിയാലും കുഴപ്പമില്ല. ഈ ഒരു ശ്ലോകം മാത്രം നമ്മൾ ഓർക്കുക.
വളരെ പ്രസിദ്ധമായ ശ്ലോകം. മജ്ജന്മനഃ ഫലമിദം മധുകൈടഭാരേ മത്പ്രാർത്ഥനീയ മദനുഗ്രഹയേഷയേവ ത്വദ്ഭൃത്യ ഭൃത്യ പരിചാരക ഭൃത്യ ഭൃത്യ ഭൃത്തസ്യ ഭൃത്യ ഇതി മാം സ്മരലോകനാഥ. വേദങ്ങളിൽ ഭഗവാൻ പറയുന്നു, എൻ്റെ ഭക്തന്മാർ എൻ്റെ ഭക്തന്മാരല്ല, എൻ്റെ ഭക്തന്മാരുടെ ഭക്തന്മാരാണ് എൻ്റെ ഭക്തന്മാർ. എന്തെങ്കിലും മനസ്സിലായോ? എൻ്റെ ഭക്തന്മാർ എൻ്റെ ഭക്തന്മാരല്ല, എൻ്റെ ഭക്തൻ്റെ ഭക്തനാണ് എൻ്റെ ഭക്തൻ. ആരാണ് യഥാർത്ഥ ഭക്തൻ? ഈ ഫ്രണ്ടിൽ വന്നിട്ട് ഷോ ഒക്കെ കാണിച്ച് അവരൊന്നും യഥാർത്ഥ ഭക്തരല്ല. എവിടെയെങ്കിലും സൈലൻ്റായിട്ട് ബാക്കി ഇരുന്ന് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും, ആരും അറിയാതെ കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കും. അവരാണ് യഥാർത്ഥ ഭക്തർ. ഭഗവാൻ ഇവിടെ ആചാര്യൻ പറയുന്നു, എനിക്ക് അങ്ങയുടെ ഭക്തനാവാൻ താല്പര്യമില്ല കൃഷ്ണ. എന്താവാനാ താല്പര്യം? ത്വദ്ഭൃത്യ, അങ്ങയുടെ ദാസൻ്റെ ഭൃത്യ. എത്ര പ്രാവശ്യം പറയുന്നത്? 7 തവണ. അങ്ങയുടെ ദാസൻ്റെ 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 ദാസൻ്റെ. ഇത് ചൈതന്യ മഹാപ്രഭുവും പറഞ്ഞിട്ടുണ്ട്. ശ്ലോകമാർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഗോപി ഭർത്ത പദകമലയോർ ദാസ ദാസ. 4 പ്രാവശ്യമാണ് ചൈതന്യ മഹാപ്രഭു പറഞ്ഞു. ഇവിടെ അദ്ദേഹം എത്ര പ്രാവശ്യം പറയുന്നു? 7 തവണ. ത്വദ്ഭൃത്യ ഭൃത്യ പരിചാരക ഭൃത്യ ഭൃത്തസ്യ ഭൃത്യ ഇതി മാം സ്മരലോകനാഥ. ചൈതന്യ മഹാപ്രഭു രാമാനുജാചാര്യ, ഒരു മഹാ ആചാര്യൻ, അദ്ദേഹത്തിനെ കാണാൻ ദാസരഥി എന്നൊരു വലിയ ഭക്തൻ വന്നിരുന്നു. അദ്ദേഹത്തിന് 1000കണക്കിൽ ശിഷ്യഗണങ്ങളാണ്. ദാസരഥിക്ക് 1000കണക്കിൽ ശിഷ്യഗണങ്ങളാണ്. ഞാനൊരു ചെയർ ഇട്ടിട്ട് അവിടെ ചെയർ ഇരുന്നോട്ടെ, ഇത് ഭയങ്കര സർക്കസാണ്. ഒരു മഹാശിഷ്യൻ രാമാനുജാചാര്യരെ കാണാൻ വന്നിട്ട് ചില കാര്യങ്ങൾക്ക് അർത്ഥം മനസ്സിലാക്കണം, ശ്ലോകം മനസ്സിലാക്കണം എന്നൊക്കെ ചോദിച്ചിട്ട് വന്നു. അതേ സമയത്ത് തൊട്ടടുത്ത് ആറ്റുലൈ ഒരു സാധാരണ ഭക്തയും വന്നു. ഒരു വശത്ത് രാമാനുജാചാര്യർ ഇരിപ്പുണ്ട്, ഒരു വശത്ത് ദാസരഥി എന്ന് പറയുന്ന ഒരു മഹാ ആചാര്യൻ. അദ്ദേഹം ചില ശ്ലോകങ്ങളുടെയും ഗ്രന്ഥങ്ങളുടെയൊക്കെ അർത്ഥം ചോദിച്ചറിയാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇനിയൊരു വശത്ത് ഒരു സാധാരണ സ്ത്രീ, അവരും ഭക്തയാണ്. എനിക്ക് തോന്നുന്നു അവർ ദുബായിൽ നിന്നായിരിക്കും. അവർ പറഞ്ഞു രാമാനുജാചാര്യരുടെ അടുത്ത്, എനിക്ക് ജപിക്കാൻ സമയമില്ല, സേവ ചെയ്യാൻ സമയമില്ല, വീട്ടിൽ 2 മക്കളാണ്, ഭർത്താവിൻ്റെ കാര്യം നോക്കണം, ഇൻലോസിൻ്റെ കാര്യം നോക്കണം, വെള്ളം ചൂടാക്കണം, പാചകം ചെയ്യണം, എനിക്ക് ജപിക്കാനേ സമയമില്ല. ആ ലേഡി അവിടെ ഇരുന്ന് പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ മഹാ ആചാര്യൻ ഒരു സംശയം ചോദിക്കാൻ വന്നു. രാമാനുജാചാര്യർ ദാസരഥി ആ മഹാ ആചാര്യൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, ഇവരെ വീട്ടിൽ പോയി വീട്ടുജോലിയൊക്കെ ചെയ്തു കൊടുക്കാം. ഈ സ്ത്രീക്ക് അറിഞ്ഞുകൂടാ ഈ ആചാര്യൻ ആരാ. ഫ്രീ ആയിട്ട് ഒരു ലേബറെ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി. വീട്ടിൽ കൊണ്ടുപോയി ഉള്ള വടിയെല്ലാം ഏൽപ്പിച്ചു. ഒരു മഹാ ആചാര്യൻ ദാസരഥിയാണ് അദ്ദേഹം എന്നറിയാതെ ഈ സ്ത്രീ വീട്ടിലുള്ള പണിയെല്ലാം ഏൽപ്പിച്ചു. 1 വർഷകാലം അദ്ദേഹം ഒരു പരാതിയും പറയാതെ ആ മാതാജിയുടെ വീട്ടിൽ സേവനങ്ങൾ അനുഷ്ഠിക്കുക. എത്ര ദിവസം? 1 വർഷകാലം സേവനം, ഒരു പരാതിയും ഇല്ല. അങ്ങനെ അവരെ വീട്ടിൽ ഒരു ദിവസം ഒരു സപ്താഹം, ഒരു വായന, ഒരു നല്ല കാര്യം നടക്കുന്നു. ഇദ്ദേഹം പാത്രം കഴുകിക്കൊണ്ടേ ചൂട് കണ്ണീര്, അദ്ദേഹത്തിൻ്റെ കണ്ണീർ, മഹാ ആചാര്യൻ ദാസരഥിയുടെ കണ്ണിലിരുന്ന് ചൂട് കണ്ണീര് വരിക. അപ്പോൾ ഈ ലേഡി വിചാരിച്ചു, പാത്രങ്ങൾ കൂടിപ്പോയോ പാവം, 1 വർഷമായിട്ട് ശമ്പളവും കൊടുത്തില്ല, ജോലി കൂടിയതായിരിക്കും. ചെന്ന് പറഞ്ഞു, വിഷമിക്കേണ്ട, വേണമെങ്കിൽ പകുതി നാളെ ചെയ്താൽ മതി. ആ ആചാര്യൻ പറഞ്ഞു, അതല്ല കാര്യം, അദ്ദേഹം കൊടുക്കുന്ന വ്യാഖ്യാനം, വിശദീകരണം, തത്വം മുഴുവനും തെറ്റാണ്. ഇത് സംസാരിക്കുന്നത് ആ പണ്ഡിതനും കൂടെ കേട്ടു. ഓഹോ, എന്നാൽ നിനക്ക് കൂടുതൽ അറിയാമോ, ഇങ്ങോട്ട് വാ, പറ.
അപ്പോൾ ഈ ലേഡി ചോദിച്ചു, അങ്ങക്ക് ഇതൊക്കെ അറിയാമോ? അദ്ദേഹം പറഞ്ഞു, കുറച്ചൊക്കെ അറിയാം. ഞാൻ രാമാനുജാചാര്യരുടെ വീട്ടിൽ പാത്രം തേച്ചത് കൊണ്ട് എനിക്ക് കുറച്ചൊക്കെ കേട്ടിട്ടുണ്ട്, അറിവുണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം അവിടെ ചെന്ന് പീഠത്തിലിരുന്ന് അണപൊട്ടി വെള്ളം വരുന്നത് പോലെ, ആകാശത്തിലിരുന്ന് മഴവെള്ളം വരുന്നത് പോലെ ശ്ലോകങ്ങളും സിദ്ധാന്തവും തത്വവും ആ പണ്ഡിതൻ സ്തംഭിച്ച് നിൽക്കുക. ഈ സ്ത്രീക്ക് ശരീരമെല്ലാം വിറയ്ക്കാൻ തുടങ്ങി. ഇതാരായി ആൾ? ആ പണ്ഡിതൻ ചോദിച്ചു, അങ്ങ് ആരാണ്? അപ്പം ഇദ്ദേഹം പറഞ്ഞു, ഞാൻ ദാസരഥി. ആ പേര് കേട്ടപ്പോൾ അദ്ദേഹം സാഷ്ടാംഗം വീണ്, ഈ മഹാ ആചാര്യനാണോ ഈ വീട്ടിൽ പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്നത്? ആ ലേഡി ചോദിച്ചു, അങ്ങ് ആരാണ്? ഇത്ര ദിവസം പാത്രം കഴുകി, മാപ്പ് മാപ്പ് മാപ്പ്, വീണ്ടും വീണ്ടും മാപ്പ് ചോദിച്ചു. ഓടി രാമാനുജാചാര്യടുത്ത്, ആരെയായി എൻ്റെ വീട്ടിൽ പറഞ്ഞു വിട്ടത്? ഇത്രയും ഞാൻ എന്തെല്ലാം പാപം ചെയ്തു, വീട്ടിൽ തുണി അലക്കാൻ കൊടുത്ത് പാത്രം ഉള്ള പണിയെല്ലാം ഏൽപ്പിച്ചു, ഈ പാപമെല്ലാം ഞാൻ എവിടെ കൊണ്ടുപോയി കഴുകും? രാമാനുജാചാര്യർ പറഞ്ഞു, ഇപ്പം നിനക്ക് മോക്ഷത്തിൻ്റെ യോഗ്യത, അല്ലെങ്കിൽ ഈ സിദ്ധാന്തം മനസ്സിലാക്കേണ്ട, ഭക്തി ലഭിക്കേണ്ട യോഗ്യത ദാശരഥി നിനക്ക് ഇപ്പം കിട്ടി എന്ന് പറഞ്ഞു. എന്ത് മനസ്സിലായി? ഭക്തിയെ വിനയം കൊണ്ട് മാത്രമേ നേടാൻ പറ്റൂ. ഭഗവാനെ നമ്മൾ എങ്ങനെ സേവിക്കുന്നു എന്നുള്ളതിൽ കാര്യമല്ല. എൻ്റെ തൊട്ടടുത്ത് നാമം ജപിക്കുന്ന ഒരാളുണ്ടല്ലോ, അയാളെ എങ്ങനെ സേവിക്കുന്നു എന്നുള്ളതാ കാര്യം. ഇവിടെ ഉള്ളവരെടുത്തെല്ലാം വഴക്ക് കൂടി ചീത്തയും പറഞ്ഞിട്ട് അവിടെ പോയി കൃഷ്ണ കൃഷ്ണ കൃഷ്ണൻ പറയും, നീ എനിക്ക് വേണ്ട. നിന്നെ അവിടെ കൊണ്ടുപോയി ചുവന്ന കൊടിയും കുത്തി സമരം പാർട്ടിയൊക്കെ തുടങ്ങിയ ഗോലോകത്തിൽ പ്രശ്നമാവില്ലേ? അതുകൊണ്ട് അടിയൊക്കെ ഇവിടെ ഉണ്ടാക്കുക. ഭഗവാനെ ഭജിക്കുന്നത് ഭക്തൻ എങ്ങനെ തെളിയിക്കും? അവൻ തൊട്ടടുത്തുള്ളവരെടുത്തെല്ലാം എങ്ങനെ അവൻ ഇത് ചെയ്യുന്നു. എൻ്റെ ശരീരത്തിലിരുന്ന് പ്രാണൻ പോകുമ്പോൾ ഈ കാണുന്ന ഭക്തരാണ് എൻ്റെ അടുത്ത് വന്ന് ഇരുന്നിട്ട് ഹരേ കൃഷ്ണ മന്ത്രവും ചൊല്ലി ഞാൻ തിരിച്ച് ഗോലോകത്തിൽ പോകാൻ യാത്ര അയക്കുന്നവരാരാണ്? ഈ എൻ്റെ ചുറ്റിയുള്ളവർ. അവരെടുത്ത് എങ്ങനെ ഇടപഴകുന്നു? ഭഗവാനെ സേവിക്കുന്നതിനേക്കാളും ഉയർന്നതാണ് ഭഗവാന്റെ ദാസന്മാരുടെ 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 അല്ലേ? ത്വദ്ഭൃത്യ ഭൃത്യ പരിചാരക ഭൃത്യ ഭൃത്യ ഭൃത്തസ്യ ഭൃത്യ ഇതി മാം സ്മര ലോകനാഥ. കാഞ്ചീപുരം എത്ര പേര് പോയിട്ടുണ്ടെന്നറിയില്ല, സമയം കിട്ടുവാണെങ്കിൽ പോകണം. ചെന്നൈ ഇന്ന് ഒരു 3 മണിക്കൂറേ ഉള്ളൂ. വളരെ സുന്ദരമായ ഒരു സ്ഥലം കാഞ്ചീപുരം. മനോഹരമായ വരദരാജസ്വാമി ക്ഷേത്രവും ഉണ്ട്. എവിടെ? കാഞ്ചീപുരത്തിൽ. അവിടെ ഭഗവാന് കാഞ്ചീപൂർണൻ എന്ന് ചാമരം വീശുന്ന ഒരു ഭക്തനുണ്ട്. കാഞ്ചീപൂർണൻ ഇന്നലെ പറഞ്ഞില്ലേ? പറഞ്ഞോ? ചാമരം വീശുന്നു. ഭഗവാന് നിത്യ ചാമരം വീശിക്കൊണ്ടിരിക്കും. കുറച്ച് താഴ്ന്ന കുലത്തിലുള്ളതാണ്, അതുകൊണ്ട് പൂജാസേവകളൊന്നും കൊടുക്കൂല, ചാമരം വീശുന്ന സേവ മാത്രം കൊടുക്കും. അപ്പോൾ ഇദ്ദേഹം ദിവസവും ഭഗവാന്റെ തൊട്ടടുത്ത് നിന്ന് ഇങ്ങനെ ചാമരം വീശുന്നത് കൊണ്ട്, ഡെയിലി അടുത്ത് നിന്ന് ചാമരം വീശുന്നു. അങ്ങനെ ആ സേവയുടെ ആഴത്തിൽ അദ്ദേഹമായിപ്പോയി. ഇത് നമുക്ക് മനസ്സിലാവില്ല. കൃഷ്ണൻ ഒരു തേരാളി ഉണ്ട്, ദാരുകൻ എന്ന പേര്. ഭഗവാൻ രഥത്തിൽ കയറുമ്പോൾ ഈ ദാരുകൻ ആ കുതിരയുടെ കടിഞ്ഞാണും പിടിച്ചിട്ട് വിചാരിക്കും, എന്ത് ഭാഗ്യമാണ് എനിക്ക്, കൃഷ്ണനെ എല്ലാ സ്ഥലത്തും കൊണ്ടുപോകാം, ഭഗവാന്റെ പാദത്തിൽ തന്നെ ഞാൻ ഇരിക്കുന്നു, എന്തൊരു ഇങ്ങനെ വിചാരിക്കുമ്പോൾ അദ്ദേഹത്തിന് കണ്ണീര് വരും. കണ്ണീര് വരുമ്പോൾ കുതിര നേരെ ഓട്ടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അദ്ദേഹം ഭക്തിയെ ശപിച്ചു. എനിക്ക് എൻ്റെ സേവ ചെയ്യാൻ പറ്റുന്നില്ല, ഈ ഭക്തി ഒരു തടസ്സമായിരിക്കുന്നു, കുറച്ച് നേരം ഇത് ഈ ഇമോഷൻസ് വരാതെ എൻ്റെ സേവ നേരെ. ഇങ്ങനെയൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റൂ. നമ്മൾ ജപിക്കുമ്പോൾ ഉറക്കം മാത്രമേ, ഒരു ഇമോഷനേ നമുക്കുള്ളൂ. കണ്ണിൽ നിന്ന് വെള്ളവും ഇല്ല, കാറ്റും ഇല്ല, ഉറക്കം മാത്രം. അപ്പോൾ ഭഗവാന്റെ കാഞ്ചി വരദരാജസ്വാമിയുടെ തൊട്ടടുത്ത് നിന്ന് അദ്ദേഹം ഇങ്ങനെ ചാമരവും വീശിക്കൊണ്ടിരുന്നത് കൊണ്ട് നിരന്തരം ഭഗവാന്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. ആര് സംസാരിക്കാൻ തുടങ്ങി? കാഞ്ചീപൂർണ. സംസാരിച്ച് രണ്ടുപേരും പരദൂഷണം പറയാൻ തുടങ്ങി, ഭഗവാനും ഭക്തനും. ഭഗവാൻ വരദരാജസ്വാമി കാഞ്ചീപൂർണൻ്റെ അടുത്ത് ചോദിക്കും, ഈ 13-ാം നമ്പർ വീട്ടിൽ എന്തായി, 15-ാം നമ്പർ വീട്ടിൽ എന്തായി? ഇവർ തമ്മിലുള്ള സംഭാഷണം നാട്ടുകാരിൽ മൊത്തം. അപ്പോൾ ആൾക്കാരിൽ വഴിയിൽ കാഞ്ചീപൂർണനെ കാണുമ്പോൾ പറയും, ഇന്ന് ഭഗവാൻ സംസാരിക്കുമ്പോൾ
എൻ്റെ മകളുടെ വിവാഹം എപ്പോൾ നടക്കുമെന്നൊന്ന് ചോദിക്കുമോ. അപ്പോൾ ഇദ്ദേഹം ഏജൻറ്റായി മാറി, ന്യൂസ് ഏജൻറ്റ്. അപ്പോൾ അന്ന് കാഞ്ചീപൂർ ഇങ്ങനെ ചാമരം വിഷ്ണു ഭഗവാൻ ചോദിക്കും ഇന്നത്തെ വാർത്ത എന്താ, വരുന്ന വഴിക്ക് അദ്ദേഹം ഇത് ചോദിച്ചു, മഴ എപ്പോൾ പെയ്യും ചോദിച്ചു, കൃഷിക്ക് ഈ വർഷം എന്തിടണമെന്ന് ചോദിച്ചു, എൻ്റെ മകളുടെ ഇദ്ദേഹം ഭഗവാനും മറുപടി പറയും, ഇദ്ദേഹം ചെന്ന് നാട്ടുകാരെടുത്ത് പറയും, വലിയ സന്തോഷം. ഒരു ദിവസം കാഞ്ചീപൂർണൻ ഇങ്ങനെ വരദരാജസ്വാമിയുടെ ക്ഷേത്രത്തിൽ നോക്കി നടന്നു വരുമ്പോൾ ഈ മഹാ ആചാര്യൻ രാമാനുജാചാര്യൻ ചെന്ന് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. കാഞ്ചീപൂർണൻ ചാടി, എൻ്റെ പാദത്തിൽ ആചാര്യൻ വന്ന് വീഴേ, എന്തിനാ അങ്ങ് എൻ്റെ പാദത്തിൽ വീഴുന്ന, അങ്ങ് മഹാ ആചാര്യനല്ലേ, ശ്രീ വൈഷ്ണവ സമ്പ്രദായത്തിൽ പാദത്തിൽ വീഴണ്ട, മാറിക്കോളൂ മാറിക്കോളൂ. അപ്പോൾ രാമാനുജാചാര്യർ പറഞ്ഞു, എന്തൊക്കെയാണെങ്കിലും ഞാൻ ഭഗവാന്റെ അടുത്ത് സംസാരിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് കാഞ്ചീപൂർണ ചോദിക്ക്, ഇന്ന് എനിക്കെപ്പോൾ മോക്ഷം കിട്ടുമെന്നൊന്ന് ചോദിക്കും. കാഞ്ചീപൂർണന് ഭയങ്കര കൺഫ്യൂഷൻ. ക്വസ്റ്റ്യൻ ചോദിച്ചത് ആരാ? രാമാനുജാചാര്യർ. അപ്പോൾ ചാമരവും വീശിക്കൊണ്ടിരിക്കുക എന്തോ ചിന്തയിൽ. വരദരാജസ്വാമി ചോദിച്ചു, എന്താ കാഞ്ചീപൂർണ ഇന്ന് വല്ലാത്ത ഒരു ചിന്തയാണല്ലോ, വരുന്ന വഴിക്ക് ഞാൻ രാമാനുജാചാര്യരെ കണ്ടു. ഓ, ആചാര്യനെ കണ്ടോ, ഇതിനേക്കാളും വലിയ സൗഭാഗ്യം വേറെ ഒന്നില്ല. ആചാര്യൻ എന്താ പറഞ്ഞത്? അദ്ദേഹത്തിന് എപ്പോൾ മോക്ഷം കിട്ടും എന്ന് ചോദിച്ചു. ആണോ, തൻ്റെ ഗുരുവിൻ്റെ 3 നിർദ്ദേശം പാലിച്ചാൽ മാത്രമേ മോക്ഷം കിട്ടുള്ളൂ എന്ന് ചെന്ന് പറയാൻ പറഞ്ഞു. അതും കൂടെ കേട്ടപ്പോൾ കാഞ്ചീപൂരൻ്റെ കൺഫ്യൂഷൻ വീണ്ടും കൂടി. ഉടനെ ഭഗവാൻ ചോദിച്ചു, ഇപ്പം നിനക്കെന്താ കൺഫ്യൂഷൻ എന്ന് ചോദിച്ചപ്പോൾ കാഞ്ചീപൂർണൻ പതുക്കെ പറഞ്ഞു, എനിക്കെപ്പോൾ മോക്ഷം കിട്ടും? ഡെയിലി നിന്ന് ചാമരം വീശിക്കൊണ്ടിരിക്കുകയല്ലേ, എനിക്കെപ്പോൾ മോക്ഷം കിട്ടും? ഉടനെ വരദരാജസ്വാമി ചിരിച്ചോണ്ട് പറഞ്ഞു, നിനക്കൊരിക്കലും കിട്ടൂല. കാഞ്ചീപൂർണ വല്ലാത്ത, അതെന്താ എനിക്ക് കിട്ടാത്തത്? നീ എന്നെ മാത്രമല്ലേ സേവിച്ചിട്ടുള്ളൂ, ഇന്ന് വരെ ഭക്തന്മാരെ സേവിച്ചിട്ടില്ല. എന്താ ശ്ലോകം? ത്വദ്ഭൃത്യ ഭൃത്യ പരിചാരക ഭൃത്യ ഭൃത്യ ഭൃത്തസ്യ ഭൃത്യ ഇതി. എന്നെ മാത്രമല്ലേ നീ സേവിച്ചിട്ടുള്ളൂ, എനിക്ക് മാത്രമല്ലേ സേവനം ചെയ്തിട്ടുള്ളൂ, ഇന്ന് വരെ നീ ഭക്തന്മാർക്ക് ചെയ്തിട്ടില്ലല്ലോ. കാഞ്ചീപൂർണം പറഞ്ഞു, താങ്ക് യു വെരി മച്ച്. ചാമര അവിടെ വെച്ചു. നേരെ ഓടി കാഞ്ചീപുരത്തിൽ ആരാണ് മഹാവൈഷ്ണവർ, വൈഷ്ണവന്മാരെവിടെ അന്വേഷിച്ച് ചെന്നപ്പോൾ ആ നാട്ടിലൊരു മഹാവൈഷ്ണവനുണ്ടായിരുന്നു. അവിടെ ചെന്ന് വേഷവും മാറി എന്ത് സേവയാണ് ചെയ്തത്? മീനിയൽ ജോബ്. വീട് വൃത്തിയാക്കി കൊടുക്കുക. അന്ന് കാലത്തൊക്കെ ആൾക്കാരെ വണ്ടിയിലിരുത്തിക്കൊണ്ട് വലിച്ചൊണ്ട് ഓടുന്ന ഒരു ടോങ്ക ഉണ്ടായിരുന്നു. ഈ അടുത്ത കാലത്ത് 70s 80s പോലും കൊൽക്കത്തയിൽ അതുണ്ടായിരുന്നു. ആൾക്കാരെ ഇരുത്തിക്കൊണ്ട് വലിച്ചൊണ്ട് ഓടുക. ആ വൈഷ്ണവൻ്റെ വീട്ടിൻ്റെ മുമ്പേ ഈ വണ്ടിയുമായിട്ട് പോകും. ഇദ്ദേഹം കമ്പിളിയൊക്കെ പുതച്ച് താൻ ആരാണെന്ന് തിരിച്ചറിയാതെ എപ്പോഴൊക്കെ ആ മഹാഭക്തൻ പുറത്തു വന്ന് അവിടെ പോകണം, ഇത് വലിച്ചോണ്ട് ഓടും. അങ്ങനെ ഒരു ദിവസം അവർ കണ്ടുപിടിച്ചു, ഈ കാഞ്ചീപൂർണനാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ 1 കൊല്ലം എല്ലാ വൈഷ്ണവരെയും സേവിച്ച് വീണ്ടും വരദരാജസ്വാമി എടുത്ത് വന്ന് ചാമര എടുത്ത് വീശാൻ തുടങ്ങി. ഭഗവാൻ ചോദിച്ചു, കാഞ്ചീപൂർണ 1 കൊല്ലം നിന്നെ കണ്ടില്ലല്ലോ, എന്തായിരുന്നു? ഭഗവാൻ പറഞ്ഞതുപോലെ ഞാൻ ഭക്തന്മാരെല്ലാം സേവിച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു? വിഷമം തോന്നരുത്, ഞാൻ ഒരു സത്യം പറയാം. എന്താണ്? അങ്ങേ സേവിച്ചപ്പോൾ കിട്ടിയ ആനന്ദത്തിനേക്കാളും കൂടുതൽ സന്തോഷം എപ്പോൾ കിട്ടി? ഭക്തന്മാരെ സേവിച്ചത്. വരദരാജസ്വാമി പറഞ്ഞു, അതെനിക്കറിയാം, അതാണ് നിന്നെ പറഞ്ഞു വിട്ടത്. ഇത് കഴിഞ്ഞ ഒരു മഹാ അത്ഭുതം നടന്നു. ദിവസവും ഇദ്ദേഹം ചെന്ന് ഭക്ഷണം കഴിക്കുന്ന പാത്രം ഒരു ദിവസം കാണാണ്ടായി. ഈ അമ്പലങ്ങളിൽ എങ്ങനെയെന്ന് വെച്ചാൽ, നമ്മൾ ഉപയോഗിക്കുന്ന പാത്രം എന്ത് ചെയ്യില്ല, ഭഗവാന്റെ സൈഡിൽ കൊണ്ടുപോകില്ല. ഇപ്പം നമ്മുടെ അമ്പലങ്ങളിലൊക്കെ പോയാൽ നമുക്ക് പാചകം ചെയ്യുന്ന ഏരിയ പ്രത്യേകമായിരിക്കും, ദൈവത്തിൻ്റെ തിടപ്പള്ളി പ്രത്യേകമായിരിക്കും, ഇവിടെ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ വേറെ ആയിരിക്കും, എല്ലാം വേറെ 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 ആയിരിക്കും. ഒരു ദിവസം ഈ കാഞ്ചീപൂർണൻ കഴിക്കുന്ന എച്ചിൽ പാത്രം കാണാനില്ല. അദ്ദേഹം അമ്പല പരിസരത്തൊക്കെ ചുറ്റി നോക്കി, എവിടെയും കിട്ടിയില്ല. വീണ്ടും വന്ന് ചാമര എടുത്ത് വീശുമ്പോൾ വരദരാജസ്വാമിയുടെ ബാക്കിലിരിക്കുന്ന പ്ലേറ്റ്. ദേഷ്യം വന്ന് കാഞ്ചീപൂർ, നമ്മൾ ഉപയോഗിക്കുന്ന എച്ചിൽ പാത്രം ആരെങ്കിലും ശ്രീകോവിലിൻ്റെ അകത്ത് കൊണ്ടുപോയി വയ്ക്കും. ഭയങ്കര ദേഷ്യം. അവിടെ ഉള്ളവരത്തൊക്കെ വഴക്കുണ്ടാക്കി. വരദരാജസ്വാമി പറഞ്ഞു, കാഞ്ചീപൂർണ, നീ എന്തിനാ വഴക്കുണ്ടാക്കണം? ഞാനാണ് നിൻ്റെ പ്ലേറ്റ് എടുത്ത് ഇവിടെ വെച്ചത്. കാഞ്ചീപൂർണം ചോദിച്ചു, എന്തിനാ? അല്ല, നീ 1 കൊല്ലം മഹാഭക്തന്മാരെ എല്ലാം സേവിച്ചില്ലേ, സേവനം ചെയ്തു.
നിന്റെ പാത്രത്തിൽ ഞാൻ ഒരു ദിവസം കഴിക്കാമെന്ന് വിചാരിച്ച് ഞാനാണ് എടുത്തു വെച്ചതെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ കാഞ്ചീപൂർണൻ്റെ ശരീരം വിറച്ച് കണ്ണെല്ലാം നിറഞ്ഞ് രോമാഞ്ചമുണ്ടായി. ഭഗവാൻ പറയുന്നു, എൻ്റെ നാമം ഹൃദയത്തിൽ ചുമന്ന് നടക്കുന്ന ആ മഹാഭക്തന്മാരെ സേവിക്കലായി എനിക്ക് പണി. ഒരു സാധാരണ ഭക്തനും ഭഗവാന്റെ ഇടയ്ക്ക് അങ്ങനെ ഒരു ബന്ധം. ഇതറിഞ്ഞ് രാമാനുജാചാര്യർ എന്ത് ചെയ്തു? കാഞ്ചീപൂർണനെ വീട്ടിൽ പ്രസാദത്തിന് വിളിച്ചു. ഭക്തജനങ്ങളെ സേവിക്കാനുള്ള ഒരു നല്ല ഒരു മാർഗമാണ് എന്താണ്? അവർക്ക് നമ്മൾ പ്രസാദം, പഴങ്ങൾ കൊടുക്കുക, പ്രസാദം കൊടുക്കുക. ഭഗവാൻ ഏറ്റവും ഇഷ്ടമാണ്. എൻ്റെ ഭക്തന്മാർക്ക് ആരെങ്കിലും പഴം കൊടുത്തു, വെള്ളം കൊടുത്തു, കുടിക്കാൻ പ്രസാദം കൊടുത്തു, വലിയ ഇഷ്ടമാണ്. രാമാനുജാചാര്യർ വരെ ഒരു ദിവസം കാഞ്ചീപൂർണനെ വീട്ടിൽ പ്രസാദം കഴിക്കാനായിട്ട് വിളിച്ചു. കാഞ്ചീപൂർണന് ഭയങ്കര സങ്കടമായിരുന്നു. ആചാര്യൻ്റെ വീട്ടിൽ പോയി എങ്ങനെ ഇരുന്ന് കഴിക്കുക? കാരണം എന്ത് ചെയ്യും? അദ്ദേഹം തന്നെ വിളമ്പാനായിട്ട് വന്നിരിക്കും. പണ്ട് കാലത്തൊക്കെ അങ്ങനെയാണ്. അതിഥിയെ പിടിച്ചിരുത്തിയിട്ട് അവർ അടുത്തിരുന്ന് വിളമ്പി ഇവർ കഴിക്കുമ്പോൾ എന്ത് ചെയ്യും? ഒരു വിശറി എടുത്തു കൊടുത്ത് അങ്ങനെ വീശിക്കൊണ്ടൊക്കെ ഇരിക്കും. ഇപ്പം അങ്ങനെയല്ല. പ്ലേറ്റിനെ കറക്കി വിടും, നീ വേണോ അത് എടുത്തോ, ഞാൻ ബാക്കിയിടും. വിശരിയും വീശിക്കൊടുത്ത് കൈകൊണ്ട് ഇങ്ങനെ വിളമ്പിക്കൊടുത്തുകൊണ്ടേ ഇരിക്കും. ഇത് കാഞ്ചീപൂർണന് ഒട്ടും താല്പര്യമില്ല, ആചാര്യൻ വന്നിങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്തു? പറഞ്ഞ സമയത്തിന് കുറച്ച് മുമ്പായിട്ട് ചെന്ന് അദ്ദേഹം വീട്ടിലില്ല എന്ന് ഉറപ്പ് വരുത്തി രാമാനുജാചാര്യരുടെ പത്നിയുടെ കയ്യിലിരുന്ന് പ്രസാദം പെട്ടെന്ന് വാങ്ങിച്ച് കഴിച്ചിട്ട് സ്ഥലം വിട്ടു. കുറച്ച് കഴിഞ്ഞ് കാഞ്ചീപൂർണൻ രാമാനുജാചാര്യർ വന്നു. എന്തിനാ വന്നത്? ഈ മഹാഭക്തന്മാർ കഴിച്ചിട്ട് ആ ഉച്ഛിഷ്ടം കഴിക്കുന്നതും ഒരു സേവയാണത്രേ. എങ്ങനെയാണ് വിവാഹം കഴിഞ്ഞ ഉടനെ ഭാര്യ ഭർത്താവും തമ്മിൽ പഴവും പാലും കൊടുക്കുന്ന ഉച്ഛിഷ്ടം? എന്തിനാ ഉച്ഛിഷ്ടം കഴിക്കുന്നത്? 2 പഴം ഇല്ലേ കല്യാണ മണ്ഡപത്തിൽ? എന്തിനാ ഒന്നിനെ പകുതിയാക്കി കൊടുക്കുന്നത്? ഈ 2 പേരുടെയും ഉച്ഛിഷ്ടം ഉമിഴ്നീർ മിക്സാകുമ്പോൾ കർമ്മബന്ധനം, കർമ്മം തമ്മിലൊരു ബന്ധമുണ്ടാകും. 2 കുടുംബത്തിൽ, 2 നാട്ടിൽ, 2 വീട്ടിൽ ജനിച്ച 2 വ്യത്യസ്തമായ ചിന്താരീതിയുള്ളവർ പോലും വിവാഹത്തിൽ ഒരുമിച്ച് വരുമ്പോൾ അവരുടെ ചിന്തകൾ ഒരുമിച്ചാകട്ടെ, കർമ്മഫലം ഒരുമിച്ചാകട്ടെ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇവർക്ക് എന്ത് കൊടുക്കുന്നത്? നമ്മൾ അമ്പലത്തിൽ ചെന്ന് പ്രസാദം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഉച്ഛിഷ്ടം, മീതം. അപ്പോൾ ഇങ്ങനെ മഹാവൈഷ്ണവർ കഴിച്ചിട്ട് ആ ഇലയിലിരുന്ന് ഒന്നെടുത്ത് ഇതിനു വേണ്ടി രാമാനുജാചാര്യർ ഓടി വരികയാണ്. ആരുടെ കഴിക്കാൻ? കാഞ്ചീപൂർണൻ. വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ പ്രസാദവും ഇല്ല, ഒന്നുമില്ല. ഭാര്യ എടുത്ത് ചോദിച്ചപ്പോൾ ഭാര്യ പറഞ്ഞു, ഒന്നും വിഷമിക്കേണ്ട, ഞാൻ ഇപ്പം കുളിച്ചിട്ട് ഉണ്ടാക്കി തരാം. അല്ലല്ല, അദ്ദേഹം കഴിച്ചതിൻ്റെ മീതം എവിടെ? രാമാനുജാചാര്യയുടെ ഭാര്യ പറഞ്ഞു, അദ്ദേഹം താഴ്ന്ന കുലത്തിലുള്ളതല്ലേ, ഞാനതെല്ലാം എടുത്ത് കളഞ്ഞു. ഇപ്പം ഞാൻ കിടച്ചിൻ്റെ അവിടെ ചെന്ന് ഉടുത്ത തുണിയോട് വെള്ളം കോരി ഒഴിച്ച് ശുദ്ധമായിക്കൊണ്ട് ഞാൻ വന്ന് അങ്ങയ്ക്ക് പ്രത്യേകം ഉണ്ടാക്കിത്തരാം എന്ന് പറഞ്ഞു. രാമാനുജാചാര്യർ അതിനെ അനുഗ്രഹമായി വിചാരിച്ചു. എന്തനുഗ്രഹം? ഇന്നെനിക്ക് സന്യാസം എടുക്കണം, എൻ്റെ പത്നിയെ ഇന്ന് ഞാൻ ഉപേക്ഷിക്കണം. രാമാനുജാചാര്യരുടെ പത്നി ചെയ്തത് ശരിയാണോ തെറ്റാണോ? ശരിയാണോ തെറ്റാണോ? തെറ്റാണ്. അത് രാമാനുജാചാര്യരുടെ ജീവിതത്തിൽ സന്യാസമെടുക്കാൻ ഒരു കാരണമായി മാറി. അപ്പോൾ ഈ ശ്ലോകം വളരെ പ്രധാനമായ ശ്ലോകം. മജ്ജന്മന മധുഫല മധുകൈട്ടഭാരേ. പിന്നെ അടുത്ത ലൈൻ, മത് പ്രാർത്ഥനീയ മദനുഗ്രഹയേശ ഏവ ത്വദ്ഭൃത്യ ഭൃത്യ പരിചാരക ഭൃത്യ ഭൃത്തസ്യ ഭൃത്യ ഇതി മാം. ആ വിനയം, ഭക്തന്മാരെ സേവിക്കണം, ഭഗവാന്റെ നാമജപം ചെയ്യുന്നവർ, ഭഗവാന്റെ സേവനം ചെയ്യുന്നവരെ സേവിക്കണം എന്നുള്ള ആ ഭാവം അതായിരുന്നു കുലശേഖരാചാര്യൻ്റെ. ഹരേ കൃഷ്ണ. നാളെ നമ്മളിത് ഇനിയും ഒരു 5-6 പ്രധാനപ്പെട്ട ശ്ലോകങ്ങളുണ്ട്, അത് വെച്ച് നാളെ നമ്മൾ കൺക്ലൂഡ് ചെയ്യും. ഹരേ കൃഷ്ണ. താങ്ക് യു വെരി മച്ച്. ശ്രീല പ്രഭുപാദ് കി ജയ്. ഹരേ കൃഷ്ണ. കൃഷ്ണ. ഇന്നത്തെ ഈ ഒരു സമാപനത്തിലേക്ക് പോകണം. അതിന് മുന്നേ നമ്മുടെ പല വിധത്തിലുള്ള
സപ്പോർട്ടുകൾ ചെയ്ത സാമ്പത്തികമായിട്ട് സഹകരിച്ച 2-3 ആൾക്കാർ പ്രഭുജിയിൽ പ്രസാദം നൽകാൻ മുന്നോട്ട് വരാൻ അപേക്ഷിക്കുകയാണ്. ഒന്ന് നമ്മൾ പറഞ്ഞു, ഇതെല്ലാം നമ്മൾ എന്താണ് അവനെ കൊണ്ട് ആവുക അത് ചെയ്യാൻ മാത്രമേ നമ്മൾ ആവശ്യപ്പെടുന്നുള്ളൂ. അങ്ങനെ രീതിയിൽ ചെയ്ത